ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 7 ശ്ലോകം 8. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാ ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത്കമ്പുകധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. കാർമേഘം, കായാമ്പു എന്നിവ പോലെ കോമളമായ പ്രഭാവലയം കൊണ്ട് ദിക്കുകളെ മൂടുന്നതും മന്ദഹാസത്തിന്റെ പ്രഭാവത്താൽ തെളിഞ്ഞു കാണുന്ന മുഖത്തോടു കൂടിയതും ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ശംഖ്, ഗദ, ചക്രം, താമര എന്നിവ ധരിച്ച് ശ്രീമത്തുക്കളായ 4 തൃക്കൈകളോടു കൂടിയതും ബ്രഹ്മാവിന് ആനന്ദം പ്രദാനം ചെയ്യുന്നതുമായ അങ്ങയുടെ ആ ദിവ്യരൂപം എൻ്റെ രോഗങ്ങളെ ദൂരീകരിച്ചു തരേണമേ. ഭഗവാന്റെ രൂപത്തെയാണ് വീണ്ടും വർണ്ണിക്കുന്നത്. അപ്പോൾ കാർമേഘം അല്ലെങ്കിൽ കായാമ്പൂ എന്നിവയുടെ പോലത്തെ ശ്യാമള വർണ്ണമാണ് ഭഗവാന്റെ ശരീരത്തിന്. മുഖത്താണെങ്കിലോ സദാ മന്ദഹാസം, എപ്പോഴും ഇങ്ങനെ മന്ദഹാസം ഒഴുകിക്കൊണ്ടിരിക്കും. 4 തൃക്കൈകളിലായിട്ട് പാഞ്ചജന്യം എന്ന ശംഖും കൗമോദകി എന്ന ഗദയും സുദർശനം എന്ന ചക്രവും താമരപ്പൂവും ധരിച്ചിരിക്കുന്നതായ ആ ദിവ്യ സ്വരൂപം കണ്ട മാത്രയിൽ തന്നെ ബ്രഹ്മാവ് ആനന്ദഭരിതനായി. ആ ഭഗവാന്റെ സ്വരൂപം തൻ്റെ എല്ലാ രോഗങ്ങളെയും ദൂരീകരിച്ച് ആനന്ദമേകണമേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നമ്മൾക്കിത് ഭഗവാന്റെ അത് വർണ്ണിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷമാണ് മനസ്സിൽ തോന്നണം, അല്ലേ? ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ തന്നെ, ഓ പൊന്നും ഗുരുവായൂരപ്പന്റെ രൂപം ധ്യാനിക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. അപ്പൊ അത് കാണാൻ പറ്റിയാലോ? നമുക്ക് ആലോചിക്കാൻ കൂടെ വയ്യല്ലേ? നമുക്ക് കാണാൻ കൂടെ പറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥയോ ദൈവമേ, പിന്നെ നമുക്കൊന്നും വേണ്ട. പിന്നെ ആ ഭഗവാനിൽ അങ്ങ് ലയിച്ചാൽ മതി. എല്ലാവർക്കും ഭഗവാന്റെ ആ ദിവ്യ രൂപം ദർശിക്കാൻ കഴിയട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.